എന്താണ് ഈ SIP എന്ന് ചോദിക്കുന്നവരുണ്ട്. ശരിക്കും എന്താ SIP? അത് ഏത് രീതിയിലാണ് യങ്സ്റ്റേഴ്സ് ചെയ്യേണ്ടത്? അതായത് മ്യൂച്വൽ ഫണ്ടുകളിലേക്ക് നമ്മൾ മാസതവണകളായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെയാണ് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ SIP എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് മ്യൂച്വൽ ഫണ്ടുകളാണ്. അതിലേക്ക് നമ്മൾ മാസം മാസം പൈസ ഇടുന്നു എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നവരുണ്ടെങ്കിൽ എല്ലാവരും ഒരു SIP കാൽക്കുലേറ്റർ എന്ന് ഗൂഗിൾ ചെയ്താൽ ഒരു വെബ്സൈറ്റ് കിട്ടും. അപ്പോൾ അതിൽ മാസം എത്ര പൈസ ഇടണമെന്ന് ചോദിക്കും. ആ പൈസ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. 10,000 രൂപ 5,000 രൂപ എത്രയാണെങ്കിലും എത്ര വർഷത്തേക്ക് ഇടണമെന്ന് ചോദിക്കും. ഒരു 30 വർഷം കൊടുത്തു. എല്ലാവരും 25-30 ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങിയ 30 വർഷത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. റിട്ടേൺസ് എത്ര എക്സ്പെക്ട് ചെയ്യുന്നു എന്നും അതിൽ ചോദിക്കുന്നുണ്ടാകും. അപ്പോൾ അവിടെ ഒരു 13, 14, 15% എത്രയാണെങ്കിലും കൊടുത്താൽ മതി. ഇപ്പൊ കാണികളെല്ലാവരും അങ്ങനെ ചെയ്ത് നോക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു എമൗണ്ട് ആയിരിക്കും കാണിക്കുക. അത് കോമ്പൗണ്ടിങ്ങിന്റെ പവറാണ്. കാരണം ആ പൈസ അവിടെ കിടന്ന് അതിന്റെ മുകളിൽ തന്നെ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മ്യൂച്വൽ ഫണ്ടുകളിൽ SIP ചെയ്യണം. മ്യൂച്വൽ ഫണ്ട്സ് ഏതാണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ സാലറിയിൽ ടാക്സ് എക്സംഷൻ തരുന്ന കുറെ